അങ്ങനെ ഭാര്യയുടെ പരാതി തീർക്കാനായിട്ട് ഞാൻ ഇവനെ എൻ്റെ ചെറിയ മോനെ ഞാൻ ഒരു ദിവസം പഠിപ്പിക്കാൻ വിളിച്ചിരുത്തി കേട്ടോ. അപ്പം ഞാൻ അവനെ വെച്ചാൽ ഇങ്ങോട്ട് വാങ്ങി കണ്ട നിനക്ക് എന്തെങ്കിലും സ്കൂളിൽ പഠിച്ചുകൊണ്ട് വേണ്ട അപ്പം നാളെ ഒരു TP ഉണ്ട്, അത് അതാണ് എനിക്ക് നാളെ ഉള്ളത്. ഞാൻ പറഞ്ഞു നിനക്ക് TP എന്താണ് സംഭവം? അത് മൈ ഫ്രണ്ടിനെ കുറിച്ചൊരു കോമ്പോസിഷൻ എഴുതിപ്പിക്കും ടീച്ചർ. ഞാൻ പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ, ഞാൻ പറഞ്ഞുതരാം, നീ പേനയും പേപ്പറും എടുക്ക് എഴുതിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പേനയും ബുക്കൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ പറയണേ നിന്റെ ഇത് നാളെ ഞാൻ പറഞ്ഞു തരും, ഇത് പഠിച്ചിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്നതിലൊക്കെ ഞാൻ പറയാം ഐ ഹാവ് മെനി ഫ്രണ്ട്സ്. ഒന്നാമത്തെ വാചകം എഴുതിക്കോ. among them നാരായണൻ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എഴുതി പപ്പ. ഹി കംസ് എവറി ഡേ മൈ ഹോം. മൈ മമ്മി ലൈക്ക് ഹിം വെരി മച്ച്. അങ്ങനെ എനിക്കറിയാവുന്ന എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അവനെ എഴുതി കൊടുത്ത് ഇത് പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഗമയിലാണ് എൻ്റെ ഭാര്യ കേൾക്കണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും. ഇനി എല്ലാം കഴിഞ്ഞ് ഞാൻ അവൻ്റെ വേണം മക്കളെ നാളെ വരുമ്പോൾ ഫുൾ മാർക്ക് മാറ്റിക്കൊണ്ട് വരണം, നിന്റെ തള്ളയുടെ മുമ്പിൽ എനിക്ക് ഷൈൻ ചെയ്യാനുള്ളതാണ്, വില കളയില്ലെന്നെല്ലാം പറഞ്ഞു. ഇല്ല പപ്പ ഞാനല്ലേ ആളെ, ഞാൻ അടിപൊളിയായിട്ട് ഫുൾ വാങ്ങിച്ചോട്ട് നമുക്ക് നാളെ രണ്ടുപേരും കൂടെ ഷൈൻ ചെയ്യാം, തളമ്മയുടെ മുമ്പ് നമുക്ക് ഒരുമിച്ച് ഷൈൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവനെ പറഞ്ഞു വിട്ടു. അടുത്ത ദിവസം ഞാൻ പുറത്തെല്ലാം പോയിട്ട് ഷൈൻ ചെയ്യാനായിട്ട് പുറത്തൊക്കെ പോയി അങ്ങനെ ഗമയിൽ തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ എൻ്റെ ഭാര്യ ഉണ്ടല്ലോ വീട്ടിൻ്റെ ഫ്രണ്ട് ഡോറിൽ എന്നെ അകത്തോട്ട് കയറാൻ സമ്മതിക്കാതെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, ഇങ്ങനെ ഒരു നിപ്പ്. ഞാൻ പെട്ടെന്ന് ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അതിന് കയ്യിലൊരു സാധനം ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ മോൻ്റെ ടെസ്റ്റ് പേപ്പറിൻ്റെ പേപ്പർ. ഞാൻ അത് മെല്ലെ ഇങ്ങനെ ഒന്ന് നോക്കി, അതിലോട്ട് കണ്ണോടിച്ചപ്പോൾ 10ന് 0. പിന്നെ എങ്ങനെ അവൾ എന്നെ അകത്തോട്ട് കയറാൻ സമ്മതിക്കും? അവൾ നോട്ടത്തിലുണ്ട് നിങ്ങളെ പഠിപ്പീര് നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയണല്ലോ. അവനെ ഞാൻ എല്ലാം പഠിപ്പിച്ചു വിട്ടല്ലേ. അങ്ങനെ ഞാൻ വീടിൻ്റെ പുറകോശത്തോടെ നിന്നിട്ട് ചെറുക്കനെങ്കിൽ വിളിച്ചിറക്കി. ഞാൻ പറയടാ നിനക്ക് ഞാൻ ഇന്നലെ നല്ലപോലെ പറഞ്ഞു തന്നില്ലടാ മോനെ, നീ അത് എഴുതിക്ക് ഫുൾ മാർക്ക് കിട്ടൂല, ഇതിപ്പോൾ നിന്റെ തള്ളാരെ മുമ്പ് എൻ്റെ വില കളഞ്ഞല്ലടാ നീ. അപ്പോൾ അതെ നമ്മളെ ടീച്ചർ ഒരു പണി പറ്റിച്ചു കളഞ്ഞു. ഞാൻ ടീച്ചർ എന്തൊരു പണി പറ്റിച്ചു? അത് ടീച്ചർ മൈ ഫ്രണ്ടിനെ കുറിച്ചാണല്ലോ ചോദിക്കുമെന്ന് പറഞ്ഞത്. അവിടെ എക്സാം അവിടെ ടെസ്റ്റ് പേപ്പർ അവിടെ ഹാളിൽ ടീച്ചർ വന്നിട്ടാണ് നിങ്ങൾ മൈ ഫ്രണ്ടിനെ കുറിച്ച് എഴുതാൻ, നിങ്ങളൊരു കാര്യം ചെയ്യും മൈ ഫാദറിനെ കുറിച്ച് നിങ്ങൾ 5 സെന്റൻസ് എഴുതിയാൽ മതി. അപ്പൊ ഞാൻ പറയടാ മക്കളെ നീ പഠിച്ചത് തന്നെ ബുദ്ധി ഉപയോഗിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയെങ്കിൽ നിനക്ക് ആ 10 മാർക്ക് വാങ്ങിച്ചോടെ. അപ്പൊ ഞാൻ ബുദ്ധി ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ എഴുതിയത്. അപ്പോഴാണ് ടീച്ചർ എനിക്ക് 0 തന്നത്. ഞാൻ ചോദിച്ചു നീ എങ്ങനെ എഴുതി? അപ്പൊ ഞാൻ പപ്പ പഠിപ്പിച്ചതെന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി. ഐ ഹാവ് മെനി ഫാദേഴ്സ്. among them Narayan is my best father. He comes every day my home. My mummy like him very much. ഞാൻ പറഞ്ഞു എടാ പൊന്നു മക്കളെ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് അറിയാമോ? അപ്പൊ എന്തൊക്കെയായാലും അതിന്റെ ലാസ്റ്റ് സെന്റൻസ് ആണ് കിടിലം. ഞാൻ ചോദിച്ചു അതെ എ ഫാദർ ഇൻ നീഡ് ഈസ് എ ഫാദർ ഇൻ ഡീഡ്. ആവശ്യത്തിന് ഒതകണ തന്തയാണ് യഥാർത്ഥ തന്ത. ഇവിടെ ഒരു തന്തയുണ്ട്, എന്റെ തള്ളക്ക് എവിടെ നിന്ന് കിട്ടിയോന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേർ.